വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇങ്ങനത്തെ പുറകിലത്തെ കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്നതാണ് ഗൈസ്. ഇപ്പോൾ പുറകെ എന്താണ് നമ്മൾ വേറെ ബാക്ക്ഗ്രൗണ്ടായിട്ട് സൗണ്ട് കേൾക്കും, അതൊന്ന് ക്ഷമിക്കണം ഗൈസ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ കോഴിക്കൂട്ടിലോട്ട് കേൾക്കുക. അപ്പോൾ നമ്മുടെ കോഴിക്കൂട്ടിലാണെങ്കിൽ ഒരു കോഴി അവിടെ ചൊറിഞ്ഞോണ്ടിരിക്കുന്നു, മറ്റേ കോഴിയാണെങ്കിൽ അത് കളറായിരുന്നു ഗൈസ്. ഇപ്പം വലുതായതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ. അപ്പോൾ അത് അടുത്തതാണെങ്കിൽ അപ്പോൾ നമ്മുടെ ആ പൂവൻ കാണിച്ചു കൊടുക്കും. അവൻ ഭയങ്കര പാവമാണ് കേട്ടോ, കാണുന്ന പോലെയല്ല, ഭയങ്കര പാവമാണ്. ആ മുഖം തന്നെ കണ്ട് നമുക്ക് മനസ്സിലാവുന്നതാണ്. ഭയങ്കര പാവം കോഴി എന്ന് പറഞ്ഞാൽ പാവം കോഴിയാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് വിടാം. അപ്പോൾ നമുക്ക് അടുത്തെന്ന് പറയുമ്പോൾ ഒരു എംപ്റ്റി ആയിട്ടുള്ളൊരു കോഴിക്കൂടാണ് ഗൈസ്. കണ്ടോ ഗൈസ്? അപ്പം നമുക്ക് ഈ ഒരു കോഴിക്കൂടിലാണെങ്കിൽ ഒന്നുമില്ല, പാമ്പ് കയറിയതാണ് ഗൈസ്. പിന്നെയാണെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ശരിയാണ്, ആ കോഴിക്കൂടാണെങ്കിൽ ഫുള്ള് എംപ്റ്റിയാണ്. ഇത് പേരേൻ്റെ ഇതല്ലേടാ? ചെറിയ പേരാണ്. ആ മരത്തിൽ നിന്ന് എന്തോ കുരു അങ്ങോട്ട് ഉണ്ടായതാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ ഇവിടെയാണെങ്കിൽ കാര്യങ്ങൾ ഫുള്ള് ചെളിയായിട്ടിരിക്കുക കേട്ടോ. ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. പാമ്പ് കയറിയ കോഴിക്കൂട് കഴിഞ്ഞിട്ട് നമുക്ക് പേരമരമാണ്. പേരക്ക ഇച്ച് നമ്മൾ കൂടുതൽ പറിക്കാറുണ്ട്, അതുകൊണ്ട് അത്രയ്ക്ക് കാണാറില്ല. അവിടെയൊക്കെ കൂടുതൽ പേരക്ക കിടക്കുന്നുണ്ട് ഗൈസ്, കണ്ടോ? നമുക്കിതേ ഉണ്ടല്ലേ, എവിടെ നമുക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം ഗൈസ്. അതാണ്ട് ഗൈസ്, ഇത് പേരക്ക ഗൈസ്. നമുക്ക് നേരെ അത് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് വേണ്ടറി പടർക്കണ്ടറി. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഏരിയ എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഉമ്മി ജോലി ചെയ്യുന്ന സ്ഥലം കേട്ടോ. നമ്മളെ വാഷ് മെഷീൻ ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ വാഷ് ബേസ് ഉണ്ട്, ഓട്ടോമാറ്റിക്കാണ്. ഇതാണ് നമ്മുടെ വാഷ് മെഷീൻ. ഇത് നമ്മുടെ തുണിയിട്ട് മൂടിയിരിക്കുകയാണ്. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇവിടെ ആണെങ്കിൽ നമ്മുടെ ഒരു സാധനം സ്റ്റോറേജ് ഏരിയയാണ്. സ്റ്റോറേജ് ഏരിയ കഴിഞ്ഞിട്ട് ഈ ഗ്യാസ് കുറ്റിയുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ കത്തിക്കുന്ന ഏരിയയാണ്. ഇങ്ങോട്ടാണ് സ്പീഡിൽ വരാൻ പറ്റും. പിന്നെ ആണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ഏരിയയാണ്. പിന്നെ ഇവിടെ വിശാലമായ പറമ്പാണ് ഗൈസ്. പ്രകൃതി രമണീയമൊന്നും ഇല്ലാത്ത ഒരു പറമ്പാണ്. കാരണം ഫുള്ള് പുല്ലാണ് ഗൈസ്. എന്ത് ചെയ്യാം, ഫുട്ബോൾ പോലും കളിക്കാൻ പറ്റില്ല. മൂർക്കമ്പാമ്പ് വരെ ഉണ്ടോ തോന്നുന്നു. ഉണ്ട്, ഒരു പറമ്പാണ് ഗൈസ്. മൂർക്കനല്ല, മൂർക്കൻ ഉണ്ടെന്ന് തോന്നുന്നു. പണ്ട് ഇവിടെ ഫുട്ബോളൊക്കെ കളിക്കും. അതുണ്ട്, ആ വീടാണ്. എന്തുവാണ് ആ വീടൊരു ചേച്ചീൻ്റെ വീടാട്ടോ. അപ്പോൾ ഇതാണ് പറയുന്നത്. പിന്നെ ചേച്ചീൻ്റെ വീടുണ്ട് ഗൈസ്. വെറുതെ തമാശ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ ഇത് പിന്നെ ഇനി ഇത് അമ്മിക്കല്ലാണ് ഗൈസ്. ഉണ്ടോ? എന്തോ ഒരു ചെടിയാണ് ഗൈസ്. ഇത് മറ്റേ എന്തോരം ചാമ്പങ്ങയാ? ഇതല്ല ചാമ്പങ്ങയല്ലേ? ചാമ്പങ്ങ ഇങ്ങനെ എന്തോ ഒരു ചെടിയാണ് ഗൈസ്. വീട് ഇത്ര ഉള്ളായിരുന്നു. പിന്നെ കൂടുതൽ ലെങ്ത് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കുക, അതുകൊണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.